ദുഃഖത്തിൻ്റെ ഏറ്റവും എന്താണ് പറയേണ്ടത് എന്നറിയത്തില്ല. 9 മാസം ആയ കുട്ടി എന്നുള്ളതല്ല, ഈ കുട്ടിയുടെ ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള സമയങ്ങളിൽ, കഴിഞ്ഞ 5-ാം തീയതി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്രാർത്ഥനയോടെ കഴിയുമായിരുന്നു. അത് ഒരു ഇതിൽ, അത് കഴിഞ്ഞ് ഈ മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോഴും ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ, നമ്മൾക്കെല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട്. 9 മാസം പ്രായമായ ഒരു കുട്ടി കടന്നു പോകുമ്പോൾ ആ മാതാപിതാക്കൾക്കുണ്ടായ ദുഃഖവും, ഒപ്പം അവരെടുത്ത ആ തീരുമാനം, അത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ 5 കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ കൂടി ഓടുന്ന ആ തുടിപ്പ്, അത് വളരെ സന്തോഷാർഹമാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ കുഞ്ഞിൻ്റെ, ഇപ്പം തന്നെ ഞാൻ ഇത് കണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ അല്പം കണ്ണുനീര്, കാരണം എൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ ഒരു പ്രായമാണ്. അപ്പോൾ ഇത് താങ്ങാനാകാത്ത പക്ഷെങ്കിൽ മകൻ ഭാര്യയോട് ചോദിക്കുന്നു, അവരൊരു തീരുമാനമെടുക്കുന്നു. അതിനുശേഷം അപ്പച്ചൻ, അതായത് റെജി ശമുവേൽ, ഞങ്ങളുടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, CPM-ൻ്റെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ അക്ഷയ സെൻറ്റർ നടത്തുന്നു. അങ്ങനെയുള്ള എല്ലാ പൊതുപ്രവർത്തനങ്ങളും റെജിയെ പങ്കെടുക്കുന്ന ഒരാൾ. റെജിയോട് ചോദിച്ചപ്പോൾ റെജി പറഞ്ഞത്, നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ ഏറ്റവും നല്ല തീരുമാനമാണ് എന്ന് റെജിയുടെ പറഞ്ഞു. ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കടന്നുപോയ ഒരാളുടെ അവയവങ്ങൾ ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതും പ്രത്യേകിച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുട്ടിയുടെ അവയവങ്ങൾ ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ബഹുമതിയോടുകൂടിയാണ് ഇന്നിവിടെ ഈ ശവസംസ്കാര ശുശ്രൂഷ നടക്കുന്നത്. അതിൽ പങ്കെടുക്കാൻ നമുക്ക് ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ആ വീട്ടിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കും.